അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, കേരള നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയ്ക്ക് യുവാക്കൾക്ക് നിയമനം നൽകേണ്ട PSCയിൽ ഇതുപോലെ ഒരു ക്രമക്കേട് നഗ്നമായി പുറത്തു വന്നാൽ നിശ്ചയമായിട്ടും പ്രതിപക്ഷം സഭയിൽ അത് ഉന്നയിക്കും. ഒരുപക്ഷെ അടിയന്തര പ്രമേയം തന്നെ ഉന്നയിക്കേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും നിശബ്ദത പാലിക്കുന്നത്? അത് പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ. ഇത്രയും സെൻസിറ്റീവായ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം പൊതുമധ്യത്തിൽ ഉയർന്നു വന്നിട്ട് പോലും ഒരക്ഷരം പോലും കേരള നിയമസഭ അടക്കുമ്പോൾ അവിടെ ഉന്നയിക്കാത്തത്, ഉയരാത്തത്? ഒരുപക്ഷെ ചോദ്യം ചോദിച്ച PGക്ക് അതിന് ഉത്തരം അറിയാമായിരിക്കും. ഈ കേരളത്തിൽ വലിയ ഒരു നെക്സസ് ഉണ്ടെന്നേ. അതായത് എനിക്ക് അധികാരം കിട്ടുമ്പോൾ എൻ്റെ ബന്ധുക്കളെ നിയമിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഈ അധികാരം എന്ന് നമ്മളോട് രഹസ്യമായിട്ട് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കേരളത്തിൽ പലയിടത്തും കാണാം. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഒരുപക്ഷെ PSC അതിന്റെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഈ തട്ടിപ്പുകൾ നടത്തിയതെന്ന് നമുക്ക് കാണാം. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇത് കേവലമായിട്ടുള്ള ഒരു ഏതെങ്കിലും CPM വിരോധം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പാർട്ടിയോടുള്ള വിരോധം കൊണ്ടോ പറയുന്നതല്ല. നമ്മുടെ മുമ്പിൽ വസ്തുതകൾ വളരെ ക്ലിയർ ആണ്. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ PG സൂചിപ്പിച്ചതുപോലെയാണ്. ഒരാൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവിട്ട് ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ ഇറങ്ങി കോടതിയിൽ പോയി പണം ചെലവാക്കി കേസ് നടത്തുമ്പോൾ അയാളുടെ നികുതി പണം കൊണ്ട് അയാളെ തോൽപ്പിക്കാനായിട്ട്, നിയമം അട്ടിമറിക്കാനായിട്ട് കേസ് നടത്തുന്ന PSC, വിവരാവകാശം നിഷേധിക്കുന്ന PSC, ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ നെക്സസ് പരിഹരിക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സർക്കാരിന് സാധിക്കില്ലേ? സാധിക്കും. ഏത് സർക്കാരിന് സാധിക്കും? എങ്ങനെയാണ്? ഒന്ന്, ബന്ധപ്പെട്ട എക്സാമുകൾ കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും, പബ്ലിക്കിന് നൽകാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഒറ്റ ക്ലിക്കിൽ വെബ്സൈറ്റിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആക്കിയാൽ എന്താ തെറ്റ്? നമ്മൾ ഈ കണ്ട കഴിഞ്ഞ 10 വർഷക്കാലത്തെ എല്ലാ കേസിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സംഗതിയാണ് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട സംഗതി തള്ളുക എന്ന് പറയുന്നത്. 2 or 3 വർഷം കേസ് നടത്തിയിട്ടാണ് അവർക്കത് കിട്ടുന്നത്. കിട്ടുമ്പോൾ ഇത് ഒരാൾക്ക് മാത്രം കൊടുക്കും. ഇപ്പോൾ വിവരാവകാശ കമ്മീഷന് 100% ബോധ്യം ഉണ്ടായിട്ടും ആദർശിന്റെ കേസിൽ മാത്രം നീതിയാണ് അവർ ഓർഡർ ഇടുന്നത്. ജനറൽ ആയിട്ടുള്ള ഡയറക്ഷൻ അവർ കൊടുക്കണം. സെക്ഷൻ 4 ഓഫ് RTI ആക്ട് പ്രകാരം PSCയുടെ വെബ്സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അതത് സമയത്ത് ലഭ്യമാക്കാത്തതിന് ആ PIOയെ ഹോൾഡ് ചെയ്ത് അക്കൗണ്ടബിൾ ആക്കേണ്ട ഈ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? ഇതേ തരത്തിലാണ് PSC മെമ്പർമാരെ നിയമിക്കുന്നത് പോലെയാണ് ഇൻഫർമേഷൻ കമ്മീഷനിലും സ്വന്തക്കാരെ നിയമിച്ചിരിക്കുന്നത്. അവരവിടെ ഇരുന്ന് അതത് ദിവസം ഓരോ കേസുകൾ 3-4 കൊല്ലം കഴിയുമ്പോൾ തീർപ്പാക്കുന്നത് അല്ലാതെ PSC പോലൊരു സ്ഥാപനത്തെ എങ്ങനെ സുതാര്യവൽക്കരിക്കാം എന്ന ഒരു ജനറൽ ഉത്തരവും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സുതാര്യമാവുന്നില്ല. നിയമസഭയ്ക്കകത്ത് ചോദ്യമില്ല. നിയമസഭയ്ക്കകത്ത് ഒരു കൺസെൻസസ് മൗനം ഈ കാര്യത്തിലുണ്ട്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാർ ആദ്യം ചെയ്യേണ്ടത്, നാളെ ഒരു അന്വേഷണം വരുന്നതിന് മുമ്പ് കേരള PSCയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ എക്സാംസിന്റെയും എല്ലാ പർട്ടിക്കുലേഴ്സും, കൊടുക്കാവുന്ന മുഴുവൻ വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ ഓൺലൈനിൽ ലഭ്യമാക്കിയിട്ട് ഇതാ സുതാര്യമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറയണം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം കൂടി ഉണ്ട് PG. നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് PSCയിൽ നടക്കുന്ന തട്ടിപ്പുകളെ പറ്റി. നാളെ ഞാൻ പഠിച്ച് ടെസ്റ്റ് എഴുതി ഒരു കുഴപ്പവുമില്ലാതെ ഒരു പരീക്ഷ പാസ്സായി ഒരു നിശ്ചിത സ്ഥാനത്ത് വന്നിരുന്നാൽ പോലും 4 പേര് ഞാൻ വഴിയെ കൂടെ നടക്കുമ്പോൾ പറയും, ഇവൻ എങ്ങനെയോ പിൻവാതിലൂടെ നിയമനം നേടിയാണ്, നമുക്കറിയില്ലേ PSCയുടെ നിയമനത്തെ എന്ന് പറഞ്ഞാൽ PSC വഴി നിയമിതനാകുന്ന മുഴുവൻ ആളുകളും സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടി വരുന്ന ദയനീയമായിട്ടുള്ള സാഹചര്യം അതൊരു പ്രശ്നമാണ്. ഉണ്ടാക്കുന്ന ഗൗരവമായ, അതിനെക്കാട്ടിലും ഗൗരവമേറിയ ഒരു പ്രശ്നമുണ്ട് ഹരീഷ്. ഈ നിയമനം നേടുന്നവരൊക്കെ നാളെ നമ്മുടെ കീശയിലെ കാശുകൊണ്ട് നമ്മളെ സേവിക്കുകയോ നമ്മളെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കാവൽ നിൽക്കുകയോ ഒക്കെ ചെയ്യേണ്ടവരാണ്. അപ്പൊ അവരുടെ യോഗ്യത, അർഹത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ നിയമനം നേടുന്നവർക്ക് ഇപ്പോൾ 56 വയസ്സ് വരെ, നാളെ ഒരുപക്ഷെ അത് 60 വയസ്സ് വരെ ആയിരിക്കാം, ഒരു ആയുഷ്കാലം മുഴുവൻ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് എത്ര ഹീനമായ അട്ടിമറിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ 3 കാര്യങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? അത് മാത്രമല്ല, അട്ടിമറിയിലൂടെ ജോലി നേടുന്ന ആള് കേസ് നടത്തുമ്പോൾ ഒരു പബ്ലിക് ഓഫീസിൽ ഇപ്പൊ ഒരു CI ആയിട്ടോ SP ആയിട്ടോ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, അയാൾക്കറിയാം ആദർശനെ പോലെ കേസ് നടത്തി 5-ാം കൊല്ലം ഇത് തെളിയുമെന്ന്. ഈ 5 കൊല്ലം നടത്തുന്ന അഴിമതി എത്രത്തോളം ആയിരിക്കും? കാരണം സ്വന്തം ശമ്പളം മാത്രം മേടിച്ച് ജോലി ചെയ്താൽ നാളെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തട്ടിപ്പുണ്ടെന്ന് അയാൾക്കെങ്കിലും അറിയാമല്ലോ. തീർച്ചയായിട്ടും അയാൾ ആ സ്ഥാപനം കുത്തിവാരി കൊണ്ടുപോയി കൊള്ള നടത്തിയിട്ടായാലും അഴിമതി നടത്തിയിട്ടായാലും 5 കൊല്ലം കൊണ്ട് ഈ കൊടുത്ത പൈസ അല്ലെങ്കിൽ ഈ ചെലവാക്കിയ പൈസ അയാൾ നേടും. അപ്പൊ അത്തരം അഴിമതിക്കാരെ കൂടിയാണ് ഇത്തരം പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ള ഗതികേട് കൂടി നമുക്കുണ്ട്. ആദർശ, ഒരു കാര്യം കൂടി. ഇപ്പൊ വിവരാവകാശ കമ്മീഷന്റെ കാര്യം ഹരീഷ് ശരിയായി സൂചിപ്പിച്ചു. ചില സമയങ്ങളിൽ കോടതികൾ പോലും പല ഉദ്യോഗാർത്ഥികളും പറയുന്ന അനുഭവം വെച്ചാണെന്നുണ്ടെങ്കിൽ വളരെ ജനുവിനായ കേസുകളിൽ പോലും ഉദ്യോഗാർത്ഥികളുടെ ഭാഗമല്ല, PSCയുടെ ഭാഗമാണ് കേൾക്കുക, അല്ലെങ്കിൽ ആ വഴിയാണ് നീതി പോവുക.
അതുകൊണ്ട് ഭഗീരഥ പ്രയത്നമാണ് പലപ്പോഴും ഇതിന്റെ പിന്നിലുള്ള നിയമ പോരാട്ടം എന്ന് പലരും പറയാറുണ്ട്. താങ്കളുടെ അനുഭവത്തിലും അത് ശരിയായിരിക്കാം. അതെ, ഇപ്പം പി ജി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് എന്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും PSC ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന അബ്യൂസിംഗ് ദ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നതാണ്. കാരണം എന്റെ കേസ് ഞാൻ അത് ഇതുവരെ പറഞ്ഞില്ല. എന്റെ 2 കേസാണ് ഞാൻ ഫയൽ ചെയ്തിരുന്നത്. ഒന്ന് എന്റെ റിജക്ഷനെതിരെയും ഒന്ന് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ആളെ. ഈ 2 കേസിലും എനിക്ക് വിജയം ഉണ്ടായി. 2023 തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഞാൻ പൂർണ്ണമായി യോഗ്യനാണെന്ന് ഉള്ള ഓർഡർ ഇട്ടു. രണ്ടാമത്തെ കേസിൽ ഇപ്പൊ അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിന്റ് കൊടുത്ത ആൾക്ക് അയാളുടെ ക്വാളിഫിക്കേഷൻ പരിശോധിക്കാനും PSCക്ക് നിർദ്ദേശം കൊടുത്തു. അതിനെതിരെ അവർ ചെയ്ത പരിപാടി, ആ ഉദ്യോഗാർത്ഥി കയറിയ ആൾ ചെയ്ത പരിപാടി OP കയറ്റി അപ്പീൽ ഹൈക്കോടതി വന്നു. ഹൈക്കോടതി വന്ന സമയത്താണ് അയാൾ ഇത് ഫോർജറി ഡോക്യുമെന്റ് ഹാജരാക്കുന്നു. ആ ഫോർജറി ഡോക്യുമെന്റിൽ ഞാൻ ക്രിമിനൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തപ്പോൾ ക്രിമിനൽ കണ്ടംപ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത പരിപാടി ഇവിടുന്ന് കേസ് റിമൈൻഡ് ചെയ്ത് വീണ്ടും KIT പോയി. ആ KIT പോകുമ്പോൾ ആ ഓർഡറിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എക്സ്പീഡിഷ്യസ്ലി ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് KIT അത് ഫൈനൽ ഹിയറിംഗിന് വേണ്ടി വെക്കുകയാണ്. ഒറ്റ പ്രാവശ്യം പോലും എടുക്കുന്നില്ല. അത് ഓരോ കാരണം പറഞ്ഞ് മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അബ്യൂസിംഗ് ദ പ്രോസസ് ഓഫ് ലോ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കേസ് എന്റെ കേസ് ഹിസ്റ്ററി മാത്രം നോക്കിയാൽ മതി. കാരണം 2 കേസിലും ഞാൻ വിജയിച്ചു. ഞാനാണ് ക്വാളിഫൈഡ്, ഞാനാണ് യോഗ്യൻ എന്നുള്ള ഉത്തരവും വന്നു കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് ഇനി വീണ്ടും റിമാൻഡ് ചെയ്ത കേസ് ഞാൻ വീണ്ടും അവിടെ ഞാൻ തന്നെ ജയിക്കുമെന്ന് എനിക്കറിയാം ഫൈനലി. അപ്പോൾ അവർ വീണ്ടും അതിനെതിരെ ഹൈക്കോടതി വരും. ഹൈക്കോടതിയിലും അവർക്കെതിരായി കഴിഞ്ഞാൽ അവർ സുപ്രീം കോടതിയിൽ പോകും. അതായത് 55 വയസ്സ് അല്ലെങ്കിൽ റിട്ടയർമെന്റ്, എന്റെ സൂപ്പർ ആനുവേഷന്റെ ഏജ് കഴിഞ്ഞാൽ പോലും ഞാൻ ഈ കേസ് കഴിഞ്ഞ് എനിക്കൊരു അപ്പോയിന്റ് ഓർഡർ കിട്ടത്തില്ല. അതാണ് പറഞ്ഞത് അബ്യൂസിംഗ് ദ പ്രോസസ് ഓഫ് ലോ എന്ന് ക്ലിയർ ആയിട്ട്. അതാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഈ നിയമ പോരാട്ടം നടത്തുമ്പോഴുള്ള നിവൃത്തികേടും നിസ്സഹായതയുമാണ് പറയുന്നത്. ഈ സമീപകാലത്ത് നടന്ന പല നിയമനങ്ങളിലും സമാനമായ പ്രശ്നമുണ്ടെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികളൊക്കെ സന്ദേശം അയക്കുന്നുണ്ട്. നമുക്ക് ആധികാരികമായി ഇപ്പോൾ അതെല്ലാം പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ചില പ്രദേശങ്ങളിൽ നിന്നുള്ള ചില രാഷ്ട്രീയ സ്വഭാവമുള്ളവരൊക്കെ പൊതുപരീക്ഷകളിൽ കൂടുതൽ നിയമനം നേടി വരുന്നു എന്നുള്ളത് അവിശ്വസനീയമാണ്. സമാനമായ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണോ ഇതെന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണമാണ് കേരളത്തിൽ ആവശ്യം. ന്യൂസ് അവർ അവസാനിക്കുന്നു. 9 at 9.